ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് അരി വറുത്ത് പൊടിച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ പണ്ടത്തെ കാലത്ത് 4 മണിക്ക് ഭക്ഷണം അരി വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരി വറുത്ത് പൊടിച്ച് തേങ്ങയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. വറുത്തെടുക്കാം. ആദ്യം സ്റ്റവ് ഒന്ന് കത്തിക്കട്ടെ. ചട്ടി ചൂടായിക്കോട്ടെ കേട്ടോ. ചട്ടി ചൂടായിട്ട് നമുക്ക് വറുക്കാം. ചട്ടി നല്ലോണം ചൂടാകണം, എന്നാലേ അരി ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കല്ലച്ച് പോകും അരി. കല്ലച്ച് പോയാൽ നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ അരി വറുത്തിട്ട് ഉരലിലിട്ട് ഇടിച്ചാണ് നമ്മൾ എടുക്കാറ്. അപ്പം അതൊന്നും ഇല്ലല്ലോ. ഇപ്പം ഈ മിക്സിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ആദ്യം സ്റ്റൗ ഒന്ന് ചീനച്ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. നല്ലോണം പഴുക്കണം ചട്ടി, എന്നാലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ശർക്കര ഉരുക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ശർക്കര ഉരുക്കി അതിൻ്റെ മണ്ണൊക്കെ കളയണം. അതാണ് ഞാൻ അരി ഉരുക്കിയെടുത്ത് വെച്ചേക്കണം. പാനിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ചൂടാവട്ടെ കേട്ടോ. നല്ലോണം ചൂടാവണം ചട്ടി, എന്നാലേ അരി ഇടാൻ പറ്റുള്ളൂ നമുക്ക്. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് പകുതി അരി ഇട്ട് കൊടുക്കാം കേട്ടോ. പകുതി ഇട്ട് കൊടുക്കാവേ. അപ്പം ഇത് വറുക്കാം നമുക്ക്. വറുത്ത് മൂത്ത് കഴിയുമ്പോൾ പെടപ്പെടാന്ന് പറഞ്ഞ് പൊട്ടും. നല്ലോണം മൂക്കണം, എന്നാലേ ഉള്ളൂ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ വേറെ ഒന്നും ചോദിക്കാനല്ല, ഒരു സബ്സ്ക്രൈബ് മാത്രമേ ചോദിക്കണുള്ളൂ. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം. പൊട്ടിക്കോട്ടെ കേട്ടോ. കുറച്ച് താമസം ഉണ്ടാവും നമുക്കിത് പൊട്ടി വരുന്നെങ്കിൽ. നല്ലോണം പൊടിപൊടാന്ന് പൊട്ടിയിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാം. പണ്ടൊക്കെ എന്തോരം അരിയാണ് വറുത്ത് പൊടിച്ച് തിന്നേക്കണം. വീട്ടിൽ വെച്ച് കൊയ്ത്തൊക്കെ കഴിയുമ്പോഴേക്കും കൊണ്ടുവന്ന് നെല്ല് കുത്തി അരിയാക്കി കഴിയുമ്പോൾ അതിൻ്റെ ചെറിയ നുറുക്കുകളുണ്ട്. ആ നുറുക്കൊക്കെ വറുത്ത് പൊടിച്ചാണ് ഞങ്ങൾ 4 മണിക്കൊക്കെ ചായ കുടിക്കുന്നത്. അന്നൊക്കെ ഒരുപാട് അരി വറുത്ത് പൊടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അരിയൊന്നും ഇല്ല, നമുക്ക് കഴിക്കാൻ പോലും അരിയില്ല. പൊട്ടി വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലാ. പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഭാഗമായിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ മൂത്തോന്ന് നോക്കണമെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കണം. പൊട്ടണം വായിലിട്ടാൽ. മൂത്തിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അടുത്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കാത്തി വെച്ചിട്ടായിരുന്നു പൊക്കുവാണ്. ഒരു പ്രാവശ്യം വേഗമായാൽ പിന്നെ അടുത്തതും കൂടി വേഗമായിക്കോളും.
എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പൊട്ടി വരുന്നുണ്ട്. ഒന്ന് പൊട്ടിക്കോട്ടെ കേട്ടോ, നല്ലോണം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് മാറ്റാം കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കുവാണേ. ഒന്ന് ആറിക്കോട്ടെ, മിക്സിയിൽ പൊടിച്ചെടുക്കാം നമുക്ക് കേട്ടോ. മിക്സി ഒന്ന് തുടച്ചൊക്കെ എടുക്കണം. ചൂടാറിക്കോട്ടെ. ആറെണ്ണോട്ടെ ഇത്, എന്നാലേ ഉള്ളൂ മിക്സിയിലേക്ക് ഇടാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്ന് ആറിക്കോട്ടെ. ഒന്ന് ആറാൻ വെക്കുവാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇടാം കേട്ടോ. മിക്സിയിലേക്ക് ഇടാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം അരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പൊടിച്ച് വരാം. പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാവേ. വേണ്ട കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാര ഏലക്കാപ്പൊടിയും കൂടി പൊടിച്ചതാണ് കേട്ടത്. പൊടിയാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഒന്ന് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം.
ചെറിയ തീയിൽ വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഈ ശർക്കരപ്പാനി അരിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇളക്കി കൊടുക്കുക പയ്യ. തീ ചെറുതാക്കി ഇടണം കേട്ടോ. കുറച്ച് പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കയ്യിൽ പിടിക്കാൻ പറ്റിയ ഭാഗത്തിന് നമുക്ക് എടുക്കണമല്ലോ. ചൂടാണ്. നമുക്കിതെല്ലാം ഉണ്ടയാക്കി എടുക്കാം. കൈയൊക്കെ സൂക്ഷിക്കണം, ചൂടാണ് കേട്ടോ. ശർക്കര നീര് നല്ല ചൂടുള്ളതാണ്. അപ്പം എല്ലാവരും കൈയൊക്കെ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ഇതും കൂടി ഒഴിച്ചേക്കാം. സ്റ്റവ് ഓഫാക്കുവാണ് കേട്ടോ. ചെറിയ ഉരുളകളാക്കി നമ്മൾ പാത്രത്തിലിട്ട് വെച്ചാൽ പിള്ളേർക്ക് 4 മണിക്ക് ഭക്ഷണം കൊടുക്കാത്. നല്ല ടേസ്റ്റാണ്. അരി വറുത്ത് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് പൊടിച്ച്. ഇതുപോലെ ആരും ചെയ്യില്ല. ചിലപ്പോൾ ശർക്കരയൊക്കെ ഇട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാനേ പോവുള്ളൂ. ചൂടാണ്, നല്ല ചൂടാണ്. ശർക്കര നീര് കൈ പൊള്ളും. ഇത് മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ളത് ആറിയിട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്തതാണ്. അപ്പം ഇതുപോലെ ഉരുളകളാക്കി ഞങ്ങൾ വയ്ക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്കൊന്നും അറിയില്ല ഇതെന്താ സാധനമൊന്നും അറിയില്ല കേട്ടോ. പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ്. നല്ലോണം പിടിച്ചെടുക്കാൻ പറ്റും. കുറച്ച് നെയ്യൊക്കെ ചേർക്കാം അതിനകത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.